ഹലോ ദീപു. ഇതാരാ? എനിക്ക് മനസ്സിലായില്ല. എടാ ഇത് ഞാനാ, ടിൻഡു. നമ്മള് സെറ്റപ്പ് ഒക്കെ മാറ്റി മോനെ. ദൈവമേ, ഇത് നീയോ? എവിടുന്ന് അടിച്ചു മാറ്റിയടാ ഈ ഷർട്ടും കണ്ണടയും? പിന്നാലെ വല്ല പാർട്ടീസും തെളിഞ്ഞു വരുമോ? ഞാനും കൂടെ വാങ്ങിച്ചു കൂട്ടേണ്ടി വരുമോ? മോഷണം അത് നിന്റെ കുടുംബക്കാരുടെ ജോലി. ഞാനേ നല്ല അന്തസ്സുള്ള തറവാട്ടിൽ പിറന്ന ബിസിനസ്സുകാരുടെ മോനാ. ബിസിനസ്സുകാരന്റെ മോനോ? നീയോ? എന്നു മുതൽ? അല്ല, എനിക്ക് മനസ്സിലായില്ല. ഇന്നലെ രാവിലെ കൃത്യം 9:30-നും 10-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ. നിന്റെ അമ്മ വല്ല ബിസിനസ്സുകാരനെയും കിട്ടിയോ? ചേച്ചേ, ആ ശുഭമുഹൂർത്തത്തിൽ ഞാനൊരു ബിസിനസ്സുകാരന്റെ മോനായി. ഇവൻ എന്തൊക്കെയായി പറയുന്നത്? എടാ ടിൻഡു, നിനക്ക് എന്താടാ പറ്റിയത്? നമുക്ക് വല്ല ഭ്രാന്താശുപത്രിയിലും പോയാലോ? എന്താടാ അവിടെ നിന്റെ വല്ല മാമനും ചികിത്സയിലുണ്ടോ? എന്റെ ദീപു, ഇന്നലെ എന്റെ അച്ഛൻ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങി. അല്ല ടിൻഡു, അച്ഛന്മാര് ബിസിനസ് തുടങ്ങിയ പിള്ളേർക്ക് വട്ടാവുമോ? ഇത് എന്ത് വേഷമാണടാ? ഒരു ബിസിനസ്സുകാരന്റെ മകനാവുമ്പോ നമ്മൾ കൂതറായി നടക്കാൻ പാടില്ല ദീപു. എന്റെ അച്ഛനും ബിസിനസ്സുകാരനാ, എന്നിട്ട് ഞാനിതുപോലെ വേഷം കെട്ടി നടന്നിട്ടില്ലല്ലോ. ഓഹോ, നിന്റെ അച്ഛൻ എന്തിന്റെ ബിസിനസ്സാ? കൊപ്രയുടെ ബിസിനസ്സാ. കൊപ്ര ആട്ടെ, ആ ബിസിനസ്സിൽ ആരെങ്കിലും കൈ കടത്താറുണ്ടോ? കൈ കടത്തിയാൽ എന്റെ അച്ഛൻ അവന്റെ കൈ വെട്ടും. പക്ഷെ എന്റെ അച്ഛന്റെ ബിസിനസ്സിൽ വല്ലവരും കൈ കടത്തിയാൽ അച്ഛൻ അവന്മാരെ ഷെയ്ക്കാൻഡ് കൊടുത്ത് പറഞ്ഞു വിടും. അയ്യോ, നിന്റെ അച്ഛൻ ഒരു പൊട്ടനാ. ഇത് പൊട്ടി പാളീസായത് തന്നെ. എടാ, ബിസിനസ്സിൽ ആരെയും കൈ കടത്താൻ സമ്മതിക്കരുത്. അല്ലെങ്കിലും എനിക്ക് പണ്ടേ അറിയാം, ഞങ്ങൾ നന്നാവുന്നതിൽ നിനക്ക് അസൂയയാ. അസൂയയോ? പിന്നല്ലാതെ. എന്റെ അച്ഛന് കയ്യുറ ബിസിനസ്സാ. അതിനകത്ത് നാട്ടുകാര് കൈ കടത്തിയില്ലെങ്കിൽ ഞങ്ങള് കുത്തുവാള എടുക്കില്ലടാ.